Hi everyone, welcome back to our channel. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 10th നെൽസൺ മണ്ടേല എന്ന ലെസൺ ആണ്. ഓക്കെ, അപ്പൊ നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം. ഇത് ഒരു നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്ത ഒരു പോർഷൻ ആണ്. ഇതിൽ നമുക്കറിയാം നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അയാളുടെ ബയോഗ്രഫി ആണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എടുത്തേക്കണ ഒരു ചെറിയ എക്സ്ട്രാക്ട് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എസ്പെഷ്യലി അബൌട്ട് അപ്പാരത്തൈഡ്. അപ്പാരത്തൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ദാറ്റ് സെപ്പറേറ്റ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദെയർ റേസസ് പ്രകാരം എന്താ ആളുകളെ സെപ്പറേറ്റ് ചെയ്യിക്കുന്ന രീതിയാണ്. മീൻസ് അവരുടെ കാസ്റ്റും കളറും ഒക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക. മീൻസ് ഓക്കെ, അപ്പൊ നെൽസൺ മണ്ടേലയും അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയിലും കുറെ അതുപോലത്തെ മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അപ്പൊ മണ്ടേല വാസ് ദ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ഓഫ് എ ന്യൂ നേഷൻ, അതാണ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ഹിസ് ഓട്ടോബയോഗ്രഫി ലോങ് വാക്ക് ടു ഫ്രീഡം അബൌട്ട് എ ഹിസ്റ്റോറിക്കൽ ഒക്കേഷൻ, ദാറ്റ് ഇസ് ദ ഇനാഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഒക്കേഷനിൽ വെച്ചിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഈ ഒരു ലോങ് വാക്കില് നെൽസൺ മണ്ടേല പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു ലെസണിൽ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 10th May dawned bright and clear. For the past few days, I have been pleasantly beset by dignitaries, the world leaders who were coming to pay their respect before the inauguration. The inauguration would be large gathering ever of international leaders of South African soil. The ceremony took place in the lovely limestone of amphitheatre formed by the Union buildings in Pretoria. For decades, this had been the seat of white supremacy, and now it has site of rainbow gathering of different colors and nations for the installation of South Africa's first democratic and non-racial government. Okay, അപ്പൊ ഈ ഒരു പോർഷനിൽ ഡോൺ മീൻസ് വാട്ട്, ഈവനിങ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഡോൺ മീൻസ് ദ ബിഗിനിങ്. അതുപോലെ തന്നെ പ്ലസന്റ്ലി മീൻസ് ഭയങ്കര ഹാപ്പി ആയിട്ട്. Besited means surrounded by. Dignitaries means special person or important person. Then comes the word sandstone means which is made up of sand, the brown or yellow colored sand. Amphitheatre എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയർ തിയേറ്റർ. നമ്മുടെ ഇങ്ങനെ ഓപ്പൺ എയർ ആയിട്ടുള്ള തിയേറ്റർ ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു സ്റ്റേജ് മാത്രം ഉണ്ടാവും, എവിടെ വേണമെങ്കിലും ആളുകൾക്ക് ഇരിക്കാൻ എന്നുള്ള രീതിയിൽ. Supremacy means the state. Supremacy means the authority of the state. അപ്പോൾ 10th May ആണ് നമ്മുടെ ഈ ഒരു ഒക്കേഷൻ നടക്കുന്നത്. The day was നെൽസൺ മണ്ടേല ഫസ്റ്റ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ആയി. അപ്പൊ കുറെ വർഷങ്ങളുടെ ഒരു സ്ട്രഗിളിന് ശേഷമാണ് ഈ സീറ്റ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതിനു മുന്നേ ആ സീറ്റ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ആരായിരുന്നു? വൈറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രൈറ്റ് fast few days has been pleasantly beset by dignitaries. പല രാജ്യത്തു നിന്നുള്ള ഡിഗ്നറ്ററീസും അതുപോലെ തന്നെ ലീഡേഴ്സും ഒക്കെ ഈ ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷന് വേണ്ടി വരുന്നു. ലാർജ് ഗാദറിംഗ് ആണ് ഇന്റർനാഷണൽ ലീഡേഴ്സിന്റെ. എവിടെ വെച്ചിട്ടാണ്? സൗത്ത് ആഫ്രിക്കയുടെ മണ്ണിൽ വെച്ചിട്ട്. ഇനി അതൊരു ഭയങ്കര ലവ്ലി ആയിട്ടുള്ള ഒരു സാൻഡ് സ്റ്റോണിൽ നിർമ്മിച്ച ആംഫി തിയേറ്ററിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ ആംഫി തിയേറ്റർ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുക എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഫൗണ്ട് ബൈ ദ യൂണിയൻ ബിൽഡിംഗ് ഓഫ് പെട്രോട്ടിയ. അപ്പൊ ഇതിനു മുന്നേ ആ ഇത്രയും സീറ്റ്സ് ഓക്യുപ്പൈ ചെയ്തിരുന്നത് വൈറ്റ്സ് ആയിരുന്നു. ഇപ്പൊ അതിൽ എന്താണ്? ഒരു റെയിൻബോ ഗാദറിംഗ് ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. റെയിൻബോ ഗാദറിംഗ് മീൻസ് ഡിഫറെന്റ് കളറിലുള്ള പീപ്പിൾ ഇപ്പൊ വന്ന് അവിടെ ഇരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് നോൺ റേഷ്യൽ ഗവൺമെന്റിന്റെ ഇൻസ്റ്റാളേഷൻ ആയിട്ടാണ് ഇവരെല്ലാരും വന്നിരിക്കുന്നത്. ഓക്കെ, on that lovely autumn day, I was accompanied by my daughter Senani on the podium. Mr. de Klerk was the first son and the secondly deputed president. Then Thabo Mbeki was sworn as the first deputy president. When it was my turn, I pledged to be obedient and uphold the constitution and to devote myself to the well-being of the republic and its people. To the assembled guests, I was and the watching world, I said. ഓക്കെ, അപ്പൊ നെൽസൺ മണ്ടേല എന്താണ് പറയുന്നത് നോക്കാം. അതിനു മുന്നേ എന്താണ്, ആ ഒരു ഓട്ടം ഡേയില് ഞാൻ എന്റെ മകളുടെ കൂടെ ആണ് പോയിരുന്നത്. മകളാണ് എന്നെ അക്കോമ്പനി ചെയ്തത്. മകളുടെ പേര് സെനാനി. ആൻഡ് ഓൺ ടു ദ പോഡിയം മിസ്റ്റർ ഡി ക്ലർക്ക് എന്ന് പറയുന്ന ഒരാള്.
was the first on deputy president. അയാളായിരുന്നു ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രസിഡന്റ്. അയാൾ ആദ്യം ഓർത്തെടുത്തു പോഡിയത്തിൽ നിന്നിട്ട്. ദെൻ ആരാണ്? താബോ മക്കുബ്ലി, അതാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രസിഡന്റ്. അയാളും ഓർത്തെടുത്തു. അതിനുശേഷം ഇപ്പം എന്റെ ടേൺ ആണ്. എന്റെ ടേൺ മീൻസ് ഇവിടെ ആരും ഉദ്ദേശിക്കുന്നത് നെൽസൺ മണ്ടേലനെയാണ് ഉദ്ദേശിക്കുന്നത്. നെൽസൺ മണ്ടേല പറയണം. ഓക്കെ, ഐ പ്ലെഡ്ജ് ടു ഒബീഡിയൻ ആൻഡ് അപ്ഹോൾഡിംഗ് മൈ. അപ്പൊ പ്ലെഡ്ജ് ആണ് പറയുന്നത്. എന്താണ്? ഞാൻ എന്റെ കമ്മ്യൂണിറ്റീനെ റെസ്പെക്ട് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ അബൈഡ് ചെയ്യും അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ എന്നെ തന്നെ ഈ ഒരു കൺട്രിക്ക് വേണ്ടി സമർപ്പിക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഇനി എന്താണ് സ്പീച്ച് എന്നാണ് പറയുന്നത്. ടുഡേ ഓൾ ഓഫ് us do our presence here confer glory and hope to newborn liberty out of experience of extraordinary human disaster that lasted too long must be born a society of white which all humanity will be proud. We who were outlawed not so long ago have today been given the rare privilege to be hosted to the nations of the world on our own soil. We thank all our distinguished international guests for having coming to take the possession with the people of our country of what is, after all, a common victory for justice, for peace, for human dignity. Okay, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാവരും ആ ഒരു സ്പീച്ച് ആണ് പറയുന്നത്. അസംബിൾഡ് മീൻസ് എന്താണ്? ഗ്യാതേർഡ്. വി ഓൾ ആർ അസംബിൾഡ് എന്ന് പറയുന്നത് എന്താണ്? വി ഓൾ ആർ ഗ്യാതേർഡ്. പിന്നെ കൺഫർ മീൻസ് വാട്ട്? ഗ്രാൻഡ് ആണ്, അല്ലെങ്കിൽ ഗീവ്. ഇനി ഗ്ലോറി മീൻസ് ഹോണർ. ഗ്ലോറി ഹോണർ എന്നാണ് മീനിങ്. ഔട്ട്ലോ മീൻസ് മാറ്റി. ഇനി ഇൻ അവർ ഓൺ സോയിൽ മീൻസ് ഇൻ അവർ കൺട്രി. പൊസഷൻ മീൻസ് ഓണർഷിപ്പ്. അതുപോലെ തന്നെ ഡിഗ്നിറ്റി മീൻസ് ഭയങ്കര ഒരു റെസ്പെക്റ്റിനാണ് ഡിഗ്നിറ്റി വിളി എന്ന് പറയുന്നത്. അപ്പൊ ഓദർ പറയാണ് സം പാർട്ട് ഓഫ് ഹിസ് സ്പീച്ച് ദാറ്റ് ദ പ്രസൻസ് വാസ് ഗിവൻ റൈസ് ഓഫ് ഹോപ്പ് ഫോർ, ഒരു പുതിയ തുടക്കം തന്നെയാണെന്നാണ് പറയുന്നത്. ഒരു ന്യൂ ലിബർട്ടി ആണ്. പ്രീവിയസ് എന്താണ്? ഡിസ്ക്രിമിനേഷനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടേത്. അപ്പൊ ഇപ്പൊ വരുമ്പോ എന്താണ്? ഒരു പുതിയ ലിബർട്ടി ആണ്. ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി വുമൻ ഡിസാസ്റ്റർ ദാറ്റ് ലാസ്റ്റഡ് ടു ലോങ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു സൊസൈറ്റീനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, must be born a society with all humanity will be proud. അപ്പൊ ഇനി മുതൽ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രൗഡ് ആയിരിക്കും. outlaw so long ago today we have given rare privilege to host the nations of our world. അപ്പൊ ഇപ്പൊ നമുക്ക് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. കാരണം ലോകത്തിന്റെ എമ്പാടുമുള്ള എല്ലാ ഇന്റർനാഷണൽ പൊളിറ്റീഷ്യൻസും ലീഡേഴ്സും ഒക്കെ നമ്മുടെ ഈ ഒരു സോയിൽ ഇപ്പൊ ഉണ്ട്. സോ നമ്മളെല്ലാവരും താങ്ക് ചെയ്യണം. വി താങ്ക് ഓൾ അവർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഇന്റർനാഷണൽ ലീഡേഴ്സിനോടും ഗസ്റ്റിനോടും താങ്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫൈനലി ദേ കൈം ടു പ്ലെഡ്ജ് ടു മേക്ക് എവരി വൺ പ്രൗഡ് ആൻഡ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഈക്വൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി. അപ്പൊ അതാണ് പറയുന്നത്. ഇനി we have at last achieved our political emancipation. We pledge ourselves to liberty, all our people, from the continuing bondage of poverty, deprivation, suffering, gender, and other discrimination. Never, never, never again shall it be this beautiful land will again experience the oppression of one by another. The sun shall never set so glory as human achievement. Let freedom reign. Lord bless Africa. അപ്പൊ എമാൻസിപ്പിറ്റേഷൻ മീൻസ് ഫ്രീഡം ഫ്രം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പൊ ഫ്രീ ആയി. എന്തെയ്യുന്ന? ലീഗലി, സോഷ്യലി, പൊളിറ്റിക്കലി ഒക്കെ നമ്മൾ ഫ്രീ ആയി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിബർട്ടി, ലിബറേറ്റ് മീൻസ് ഫ്രീ. ബോണ്ടേജ് മീൻസ് ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് സ്ലേവ്, അതാണ് ബോണ്ടേജ്. നമ്മൾ ഇത്രയും നാളും അടിമകളായിരുന്നു. ഇനി ഡിസ്ക്രിമിനേഷൻ അറിയാം. ഡിപ്രിവേഷൻ മീൻസ് ഡാമേജിങ്, മെറ്റീരിയലിസ്റ്റിക് സംതിങ്. ഇനി ഒപ്രഷൻ മീൻസ് എന്താണ്? ക്രൂവൽ ആയിട്ടൊരു അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. ഗ്ലോറിയസ് മീൻസ് അഡ്മൈറേഷൻ. റൈൻ മീൻസ് ട്രൂത്ത്. അപ്പോ അദ്ദേഹം പറയാണ്, ഹി മെൻഷൻ ദാറ്റ് ആഫ്റ്റർ ഗ്രേറ്റ് സ്ട്രഗിൾ, കുറെ നാളുകളുടെ സ്ട്രഗിളിന് ശേഷം നമ്മൾ എന്താണ് ഇപ്പൊ പൊളിറ്റിക്കലി ഫ്രീഡം കിട്ടിയിരിക്കുകയാണ്. ദിസ് ഗവൺമെന്റ്, ഈ ഒരു ഗവൺമെന്റ്, ഞാൻ ഭരിക്കുന്ന ഈ ഒരു ഗവൺമെന്റ് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. എവറിത്തിങ് ഫ്രം പോവർട്ടി, ഹാർഡ്ഷിപ്പ്, സഫറിങ്സ്, ജെൻഡർ, ഡിസ്ക്രിമിനേഷൻ, ഇതിനെല്ലാവരും ഫ്രീ ആയിരിക്കും. ഒരിക്കലും ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഈ കൺട്രിയിൽ ഇനി മുതൽ ഉണ്ടാവില്ല. നെവർ നെവർ നെവർ. ഓക്കെ, അതാണ് പറയുന്നത്. നോ കമ്മ്യൂണിറ്റി വിൽ ബി കൺസിഡർ ഇൻഫീരിയർ. ആരെയും മാറ്റി നിർത്തപ്പെടില്ല. He then exclaimed the freedom should rule and may God shower. അതിനുശേഷം എന്താണ് പറയുന്നത്? sun shall never set so glory. എല്ലാവരും ബ്ലെസ്സിങ്സ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ
ലെറ്റ് ഫ്രീഡം വരട്ടെ സൗത്ത് ആഫ്രിക്കയിൽ, ഗോഡ് ബ്ലെസ് സൗത്ത് ആഫ്രിക്ക, അല്ലെങ്കിൽ ലെറ്റ് ദ ഫ്രീഡം എന്താണ് പരക്കട്ടെ. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കന് ഒരു ബ്ലെസ്സിങ്സും കൂടിയാണ് പറയുന്നത്. ഇനി 2 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. A few months later, we all lifted our eyes in awe at spectacular array of South Africa jets, helicopters, troop carrier roars in perfect formation over Union Building. It was not only a display of pinpoint prescription and military force, but discrimination of the military's loyalty to democracy, to a new government that has been freely and fairly elected. Only moments before the highest general, the South Africa Defence Force and the police, their chest, the bedding and ribbons and medals from the days gone by, salute me and pledge their loyalty. I was not mindful of the fact not many years before they were not have saluted but arrested me. Finally, a chevron of Impala jet left a smoke trail on the black, green, blue and gold of new South African flag. Okay. അപ്പോൾ ഇവിടെ പറയുന്ന ഔ മീൻസ് വാട്ട്, amazed ആണ്. Spectacular means ഭയങ്കര beautiful and eye catching. Array means impressive display, means ഒരു ഡിസ്പ്ലേ ആണ് കാണിക്കാൻ പോകുന്നത്. Troop means soldiers. Precious means accurately, ഭയങ്കര സൂക്ഷ്മമായി. Bedecked means decorated. Means decorated. Unmindful means unaware. Then chevron means ഒരു V-shaped pattern ആണ് പറയുന്നത്. Chevron V-shaped pattern, ഇങ്ങനെ ഒരു V-shaped pattern. Then what? Trails means chain, means പുറകെ സീരീസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആഫ്റ്റർ ദ ന്യൂലി എലക്ടഡ് പ്രസിഡന്റ്സ് അഡ്രസ് അതിന് ശേഷം നടന്ന ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഒരു ഇംപ്രസീവ് അറേഞ്ച്മെന്റ് ഓഫ് ഫൈറ്റേഴ്സ്, ജെറ്റ്സ്, ഹെലികോപ്റ്റേഴ്സ്, സോൾജിയേഴ്സ് റേസ് എവറി വൺ ഹെഡ്സ് അപ്പ് ഇൻ ദ സ്കൈ. ഇപ്പൊ എല്ലാവരും എന്താണ് ജെറ്റും ഹെലികോപ്റ്ററും ട്രൂപ്പും അവരുടെയൊക്കെ പെർഫോമൻസ് കാണുന്നത്. നമ്മുടെ റിപ്പബ്ലിക് ഡേയ്സിലൊക്കെ ഇങ്ങനെ ജെറ്റ് ഒക്കെ പറത്തൂലേ, മീൻസ് കുറെ പാറ്റേൺസിലൊക്കെ. അപ്പൊ അതുപോലെ തന്നെ അവിടെയും ചെയ്യണം. ഇറ്റ് സിംബലൈസസ് ദ പെർഫെക്ഷൻ ആസ് വെൽ ആസ് ദ മിലിറ്ററി റെസ്പെക്ട്സ്, ഒബീഡിയൻസ് ടുവേർഡ്സ്. അതെന്തിനാണ് കാണിക്കുന്നത്? ആ ഒരു ഡിസ്പ്ലേ ഇംപ്ലൈസ് ചെയ്യുന്നത് പുതിയ കൺട്രിയുടെ ഡിസ്പ്ലേസ് ആൻഡ് പിൻ പോയിന്റ്സ് ദ പ്രിസിഷൻ that military force, but a demonstration of the military's loyalty. മിലിറ്ററിയുടെ ഒരു ലോയാലിറ്റി ടു ദ ഡെമോക്രസി, ടു എ ന്യൂ ഗവൺമെന്റ്. പുതിയ ഗവൺമെന്റിനോടുള്ള മിലിറ്ററിയുടെ ലോയാലിറ്റി കാണിക്കുന്നതാണ്. പുതിയ ഗവൺമെന്റ് എങ്ങനെയുള്ളതാണ്? ഇറ്റ് ഈസ് എ ഫ്രീ ആൻഡ് ഫെയർലി എലക്റ്റഡ് ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. Only moments before the highest general, South Africa Defence Force, means അവിടെ മൊത്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മണ്ടേല മെൻഷൻ ദാറ്റ് ഫുൾ എന്ത് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ മണ്ടേല പറയുന്നത് ദാറ്റ് ഹി വാസ് വെൽ അവെയർ ദീസ് കമാൻഡേഴ്സ്, ഇപ്പൊ എന്നെ സല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമാൻഡേഴ്സ് ഇതിനു മുന്നേ പ്രീവിയസ് റൂൾ ആയിരുന്ന സമയത്ത് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡ്യൂറിങ് ദ ഒപ്രസീവ് വൈറ്റ് സുപ്രീമസി. ആ ഒരു ടൈമിൽ അവരെന്നെ ക്രിമിനൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ. The era shows finally ended. Last final means അതൊരു V-shaped പാറ്റേണിൽ നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ പുതിയ ഫ്ലാഗുകളുടെ കളർ സ്പ്രെഡ് ചെയ്യിച്ചൊരു V-ഷേപ്പിലാണ് പോയത്. ഓക്കെ. ഇനി the day was symbolized for me by playing of 2 national anthems. The vision of white singing Nkosi Sekele I Africa and the black singing Die Step, the old anthem of the republic. അതായിരുന്നു അതിന് മുന്നത്തെ anthem. Although the day neither grew the lyrics of the anthem once they were despite, they would soon know the words by heart. അപ്പൊ ഇവിടെ symbolizes means symbol ആണ് ഉദ്ദേശിക്കുന്നത്. lyrics means പാട്ടിലെ വരികൾ. despised means hated. ഓക്കെ. അപ്പൊ ഓതർ ഓർക്കണായിരുന്നു അവിടെ 2 നാഷണൽ ആന്തംസ് പ്ലേ ചെയ്തു. ഒരെണ്ണം എന്തായിരുന്നു, വൈറ്റ്സ് ഉണ്ടായിരുന്ന സമയത്തുള്ള നാഷണൽ ആന്തം, അതാണ് ആ ഒരു എൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നെയിം. അതുപോലെ ഇപ്പൊ ബ്ലാക്സിന്റെ നാഷണൽ ആന്തം ആണ് ഡൈസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്തു, പ്ലേ ചെയ്തു. അപ്പൊ വന്നിട്ട് നോ വൺ ന്യൂസ്, ആർക്കും അറിഞ്ഞൂടാ ബ്ലാക്സിന്റെ ആന്തത്തിന്റെ പേര്. അപ്പൊ മണ്ടേല വാസ് കൺഫൈൻഡ് ദാറ്റ് എവരി വൺ, പെട്ടെന്ന് തന്നെ അധികം വൈകാതെ എവരി വൺ
ഇത് പഠിച്ചോളൂ, മനസ്സിൽ കൊണ്ട് പഠിച്ചോളൂ എന്നാണ് പറയുന്നത്. Okay. On the day of inauguration, I was overwhelmed with the scenery scene of history. In the first, the bitter Anglo-Boer War was before my own birth. The white-skinned people of the South Africa patched up different and erected a system of racial domination against the dark-skinned people of their own land. The structure they created formed the basis of their hardship, most inhuman societies the world has ever known. Now, in the last decade of the 20th century and my own 8th decade, as a man, that system had been overturned forever and replaced by one that recognized the rights and freedom of all peoples regardless of the color and their skin. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു പോർഷൻ ആണ് വായിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ സ്പീച്ച് കഴിഞ്ഞു. ഓൺ ദാറ്റ് ഡേ ദ ഇനാഗ്രേഷൻ ഡേനെ പറ്റിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, ഓൺ ദ ഇനാഗ്രേഷൻ ഡേ ഐ വാസ് ഓവർഹെൽഡ്. നമുക്ക് അതിന് മുന്നേ നമ്മുടെ വേർഡ്സിന്റെ മീനിങ്സ് നോക്കാം. ഓവർഹെൽഡ് മീൻസ് ഭയങ്കര ഇമോഷണലി എഫക്റ്റഡ് ആയി. എറക്റ്റഡ് മീൻസ് കൺസ്ട്രക്ട് ചെയ്തു. അതുപോലെ തന്നെ റേഷ്യൽ ഡൊമിനിയൻസ് മീൻസ് dominate people on the basis of race. Inhumane ഭയങ്കര cruel and brutal. Overturn means reverse. Okay, അപ്പോൾ on the inauguration ceremony the author was remembering the days of past. അപ്പോൾ ഇതിനു മുന്നേ ഉള്ള ദിവസങ്ങളെ പറ്റി ഓർക്കണമായിരുന്നു. apartheid ആയിരുന്നു. ഇതിന്റെ റിസൾട്ട് എന്താ? unequal and inferior treatment of dark skin people. dark skin people ഭയങ്കരമായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. They were deprived of the basic fundamental rights. Fundamental rights പോലും നിഷേധിച്ചിരുന്നു. ആൻഡ് ഭയങ്കര ബ്രൂട്ടലും ഇൻഹ്യൂമൻ ആയിട്ടായിരുന്നു പെരുമാറി. ദിസ് ബിഗെയിൻ ബിഫോർ ഹി വാസ് ബോൺ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഓതർ ജനിക്കുന്നതിന് മുന്നെയാണ്. ദിസ് സിസ്റ്റം ക്രിയേറ്റഡ് ഫുൾ ഒരു നമ്മുടെ കൺട്രിയിൽ എൻ്റയർ ഒരു എന്താണ് ഇങ്ങനെയാണ് ഭയങ്കര ക്രൂവൽ ആയിട്ട് ബ്ലാക്ക് പീപ്പിളിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാക്കി മാറ്റി. ഹി അലോങ് വിത്ത് കൗണ്ട്ലെസ് അതേഴ്സ്, ധാരാളം ആളുകൾ ചേർത്തുകൊണ്ട് ഈ ഒരു പ്രാക്ടീസ് മാറ്റാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനാഗ്രേഷൻ ഡേ ഐ വാസ് ഓവർഹെൽഡ് മീൻസ് ഭയങ്കര തിങ്ക് ചെയ്തിരുന്നു. സെൻസ് ഓഫ് ഹിസ്റ്ററി മീൻസ് പാസ്റ്റിനെ പറ്റി. ഇൻ ദ ഫസ്റ്റ് ഡെക്കേഡ് ഓഫ് 20th century ഫ്യൂ ഇയേഴ്സ് ബിറ്റർ ആംഗ്ലോ ബിയോർ വാർ ആൻഡ് ബിഫോർ മൈ ഓൺ ബർത്ത്. അപ്പൊ ഈ വാർ നടക്കുന്നത് നമ്മുടെ നെൽസൺ മണ്ടേല ജനിക്കുന്നതിന് മുന്നെയാണ്. വൈറ്റ് സ്കിൻ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക പാച്ച്ഡ് അപ്പ് ഡിഫറെന്റ് ആൻഡ് erected racial treatment domination against dark skinned people of their land. ഇനി അവരെങ്ങനെയാണ് ഒരു ഓൾറെഡി ഇൻഹ്യൂമൻ ആയിട്ട് കുറെ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ്. നൗ ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ് ഓഫ് 20th century ആൻഡ് മൈ ഓൺ 8 decades ആസ് എ മാൻ, ഞാനിപ്പോ ഒരു ആളായിട്ട് നിൽക്കുമ്പോൾ the system had been എന്താ overturned and forever replaced by all that recognized rights and freedom for all people regardless of color ആൻഡ് ദിയർ സ്കിൻ. അപ്പൊ എല്ലാത്തിന്റെ രീതിയിലും അത് മാറ്റി ഞാനിതിവിടെ മാറ്റി എടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. That day had came about through unimaginable sacrifice of thousands of my people whose suffering and courage can never be counted or repaid. I felt that day I have on so many other days that I was simply the sum of all African patriots who has gone before me. That long and noble line ended and now began against with me. I was pained that I was not able to thank them, that they were not able to see what their sacrifice had brought. Appa thank you. Unimaginable means എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാട്രിയോട്സ് മീൻസ് ഇത്രയും നാളും ഈ രാജ്യത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത ആൾക്കാർ. അപ്പൊ ദിസ് ഈക്വൽ ആൻഡ് ഇപ്പൊ എന്താണ്, സൗത്ത് ആഫ്രിക്ക ഒരു ഫ്രീ കൺട്രി ആണ്. അപ്പൊ ധാരാളം ആളുകളുടെ സാക്രിഫൈസും സഫറിങ്സും കാരണം നേടിയെടുത്തതാണ്. ഞാൻ ഒറ്റൊരാൾ കാരണം ഉണ്ടായതല്ല. ഐ ഫെൽ ദാറ്റ് ഡേയ്സ് ഐ ഹാവ് സോ മെനി അതർ ഡേയ്സ് ഐ വാസ് സിംപ്ലി, ഞാൻ വെറും എന്താണ് കുറെ പാട്രിയോട്സ്, ആഫ്രിക്കൻ പാട്രിയോട്സിന്റെ സമ്മപ്പാണ്. കുറെ ആളുകളുടെ കൂട്ടിച്ചേരുമ്പോഴാണ് ഞാൻ തന്നെ ഉണ്ടാവുന്നത്.
that long noble line, ആ ഒരു ലൈൻ ended and now began again with me. ആ ഒരു ലൈൻ ഇതവിടെ അവസാനിക്കുകയും എന്നിൽ നിന്ന് തുടങ്ങുകയും ചെയ്യാണ്. പറഞ്ഞാൽ ഇനിയും രാജ്യത്ത് ഇതുപോലെ എന്തെങ്കിലും അനീതി നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ലീഡേഴ്സ് ഉണ്ടാവും. ഇതിനു മുന്നേയും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു തുടക്കവും ആവട്ടെ, ഞാനൊരു ഒടുക്കവും ആവട്ടെ എന്നാണ് പറയുന്നത്. ഐ വാസ് പെയിൻ ദാറ്റ് ഐ വാസ് നോട്ട് ഏബിൾ ടു താങ്ക്. എനിക്ക് ഭയങ്കര, ഞാൻ വിഷമത്തിലാണ്. കാരണം എനിക്ക് ഇത്രയും നാളും പോരാടിയവരോടടുത്ത് എനിക്കൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയിട്ടില്ല. ആൻഡ് ദേ വർ നോട്ട് ഏബിൾ ടു സീ വാട്ട്, ഇപ്പോഴത്തെ സാക്രിഫൈസ് കൊണ്ട് എന്തുണ്ടായിരുന്നു അവർക്ക് പറയാൻ പറ്റും, അവർ കണ്ടിട്ടുമില്ല. അപ്പോൾ ഞാൻ കാരണമാണ് ഇതുണ്ടായെന്ന് ഒരിക്കലും നെൽസൺ മണ്ടേല പറയുന്നില്ല. ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണെന്ന് തന്നെയാണ് പറയുന്നത്. The policy of apartheid created a deep and lasting wound in my country and my people. All of us will spend many years, if no generation, recovering from that profound hurt. But the decades of oppression and brutality had another unintended effect. That was, it produced the Oliver Stampos, Walter Sislers, and Chief Luthis, and Yusuf Dadu, and Brahms Fishers, and Robert Sopkins of our times, the men of such extraordinary courage and wisdom and generosity that their like may never be known again. Perhaps it requires such a depth of oppression to create such heights of characters. My country is rich in minerals and gems that lie beneath its soil, but I have always known that the greatest wealth is people, finer and truer than the pure diamonds. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നെൽസൺ മണ്ടേല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലൈൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പാരത്തൈഡ് മീൻസ് ഒരു സെഗ്രിഗേഷൻ, ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റം. പ്രൊഫൗണ്ട് മീൻസ് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട്. അൺഇന്റൻഡഡ് മീൻസ് പ്ലാൻഡ് അല്ല. അപ്പൊ ഒപ്രഷൻ പോളിസി ഓഫ് അപ്പാരത്തൈഡ് ക്രിയേറ്റ് ഡീപ്പ് ആൻഡ് ലാസ്റ്റിംഗ്. ആളുകളുടെ മനസ്സിൽ ഭയങ്കര വലിയൊരു വൂണ്ടാണ്, മീൻസ് ഒരു മുറിവാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ഓഫ് us വിൽ സ്പെൻഡ് മെനി ഇയേഴ്സ് ഓഫ് നോ റിഗ്രഷൻ റിക്കവറിങ് ഫ്രം ദ, ആ ഒരു വേദനയിൽ നിന്ന് നമ്മൾ ഇനി റിക്കവർ ആവാൻ പോകുന്നതാണ്. Okay, but the decades of oppression and brutality had another unintended effect. That was proposed by Oliver. കുറച്ച് എക്സ്ട്രാ ആളുകളെ പറ്റി പറയുന്നുണ്ട്. അവരുടെയൊക്കെ മെൻഷൻ ദ ഹാർഡ് ടൈംസ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഇത്ര നാളുണ്ടായിരുന്നു. ദാറ്റ്സ് റിക്വയർ, നമുക്കൊരു it requires a level of unintended treatment to produce such great heroes. അപ്പോൾ ഇവിടെ പറയുന്നത് കുറെ ഹീറോസിനെയാണ്, ഹീറോസ് ആണ് ഇവരൊക്കെ. അപ്പൊ ഇതുപോലുള്ള ഹീറോസിനെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഇനിയും പറ്റും. പെർഹാപ്സ് ഇറ്റ്സ് റിക്വയർ ഡെപ്ത് ഓപ്പറേഷൻ ടു ക്രിയേറ്റ് സച്ച് ഹൈറ്റ്സ് ഓഫ് ക്യാരക്ടർ. അപ്പൊ നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് തന്നെ വേണം അങ്ങനെ നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള ഹീറോസിനെ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അതുപോലെ തന്നെ നെൽസൺ മണ്ടേല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്, നമ്മുടെ രാജ്യത്ത് മിനറൽസും ജെംസും എല്ലാം ഉണ്ട്, നമ്മുടെ സോയിലില്, നമ്മുടെ മണ്ണിൽ ഇതെല്ലാം ഉണ്ട്. ബട്ട് നമ്മുടെ ഗ്രേറ്റസ്റ്റ് വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആളുകളാണ്. അതെന്ന് പറയുന്നത് ഡയമണ്ടിനേലും പ്യുവറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. It is from these comrades in the struggles that I learned the meaning of courage and time and again. I have seen men, women rise and give up their lives for ideas. I have seen men stand up to attacks and tortures without breaking, showing a strength and resilience that defied an imagination. I learned that the courage was not able to absence of fear, but the triumphs of it. Brave man is not who does ever not feel afraid, but he who's conquered that fear. അപ്പോൾ ഗ്രേറ്റ് മെൻ എന്ന കോംറേഡ്സ് മീൻസ് നമ്മുടെ ഇത്രയും നാളും നമ്മളോട് പ്രവർത്തിച്ച നമ്മുടെ മെമ്പേഴ്സ്. റെസീലിയൻസ് മീൻസ് എബിലിറ്റി ടു ഡീൽ വിത്ത് എനി കൈൻഡ് ഓഫ് ഹാർഡ്ഷിപ്പ്. അതുപോലെ തന്നെ ഡിഫൈൻസ് മീൻസ് റെഫ്യൂസ് ടു ഒബേ. ഓക്കെ, ഇനി അപ്പൊ നെൽസൺ മണ്ടേല പറയാണ് അഗെയിൻസ്റ്റ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ധാരാളം ആളുകളുടെ കറേജ് ഉണ്ടാവും അല്ലെ. വുമൻസിന്റെ റിസ്ക്, മെൻ ഗീവ് ദെയർ ലൈഫ്സ് ഫോർ ആൻ ഐഡിയ. ഐ ഹാവ് സീൻ മെൻ സ്റ്റാൻഡിങ് അപ്പ് അറ്റാക്സ് ആൻഡ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഷോയിങ് സ്ട്രെങ്ത്. അപ്പൊ ആളുകളെ കണ്ടിട്ടുണ്ട്. ഐ ലേൺ ദാറ്റ് കറേജ് വാസ് നോട്ട് ആബ്സെൻസ് ഓഫ് ഫിയർ എന്ന് പറഞ്ഞാൽ, കറേജ് എന്ന് പറയുന്നത്, കറേജ് ഡിഡിൻ മീൻസ് ദ ആബ്സെൻസ് ഓഫ് ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ പേടിയില്ലായ്മ എന്നല്ല കറേജിന്റെ മീനിങ്, ബട്ട് ദ എബിലിറ്റി ടു ഓവർകം ദാറ്റ് ഫിയർ. ആ ഒരു പേടിനെ അതിജീവിക്കുക, അതാണ് എന്ത് കറേജ് എന്ന് പറയുന്നത്. ധൈര്യം എന്ന് പറയുന്ന സാധനം എന്താണ്, പേടിയെ അതിജീവിക്കലാണെന്നാണ് പറയുന്നത്. Okay, I learned that absence of fear, but
triumph over it. അതിന്നുള്ളൊരു ഓവർകം ആണ്. Brave man is not who's afraid, but who conquered that fear. ആ ഒരു പേടിനെ മാറ്റി നിർത്തിയിട്ടുള്ള ആളുകളാണ്. No one is born of hating another person because of the color of the skin and his background and his religion. People must learn to hate, as if they can learn to hate, they can be taught to love. For love comes from naturally to human heart than its opposite. Even in the grimmest times in prison, when my comrades and I were pushed to our limits, I would see a glimmer of humanity in one of the guards, perhaps just one for a second, but it was enough to reassure me and keep me going. Man's goodness is a flame that can be hidden and never be extinguished. Okay, but grimmness means very serious. Grimmer എന്ന് പറഞ്ഞാൽ means wavering light. അതുപോലെ pushed out of limit, നമ്മുടെ എബിലിറ്റി നിന്ന് മാറ്റി ചിന്തിക്കുക. Reassure means say or to do something to remove the doubt. Okay, ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുക. Okay, അപ്പൊ one is taught by the society, നമ്മളെ കൊണ്ട് പഠിപ്പിച്ചതാണ് എന്ത്, ആരും ഒരാളെ വെറുത്തുകൊണ്ട് ജീവിക്കുന്നില്ല, ജനിച്ചു വരുന്നില്ല അല്ലെ. നമ്മളെല്ലാവരെയും ഹെയ്റ്റ് ചെയ്തിട്ടാണോ ജനിക്കുന്നത്? അല്ല, നമ്മൾ ഒരിക്കലും ആരെയും ഹേർട്ട് ചെയ്ത് ഹെയ്റ്റ് ചെയ്തിട്ടല്ല. അയാളുടെ സ്കിൻ കളർ അതാണ്, അയാളുടെ സ്വഭാവം അതാണ്, അയാൾ ഇന്ന ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്, അയാളുടെ റിലീജിയൻ അതാണെന്ന് പറഞ്ഞ് ഒരാളെ തന്നെയും നമ്മൾ ഹെയ്റ്റ് ചെയ്തിട്ടല്ല ജനിച്ചു വരുന്നത്. ബട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നതാണ്? ആളുകളെ ഹെയ്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഹെയ്റ്റ് ചെയ്യാൻ പഠിക്കാമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാനും പഠിക്കാൻ പറ്റും, ഒരാളെ ഇഷ്ടപ്പെടാനും പഠിക്കാൻ പറ്റും. ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ക്ലാസ്സിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ഒക്കെ വരുന്നവരെ ഇഷ്ടപ്പെടാനും പഠിക്കും. ഓക്കെ, സോ ഫോർ ലവ് കംസ് ഫ്രം നാച്ചുറലി ഫ്രം ഹ്യൂമൻ ഹാർട്ട് ദാൻ ഇറ്റ്സ് ഓപ്പോസിറ്റ്. അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് സ്നേഹം വരുന്നത്. ഈവൻ ദ ഗ്രിമ്മസ്റ്റ് ടൈം ഇൻ ദ പ്രസന്റ് മീൻസ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു പ്രസന്റിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് കൂടിയും ഐ വുഡ് സീ ഗ്രിമ്മർ ഇൻ ഹ്യൂമാനിറ്റി. മനുഷ്യത്വവും കൈൻഡ്നെസ്സും ധാരാളം ഗാഡ്സിലും ഞാൻ കണ്ടു. ദാറ്റ് വാസ് ഇനഫ് ടു കീപ് ഗോയിങ് ഹിം. അപ്പൊ എന്നെ മുന്നോട്ട് പുഷ് ചെയ്യാൻ ആ ഒരു കുറച്ച് കാര്യങ്ങൾ മതിയായിരുന്നു, ഈ ഒരു ഗാഡ്സ് കാണിക്കുന്ന കുറച്ച് സ്നേഹവും കരുതലും ഒക്കെ. അപ്പൊ he believes that goodness in human being is suppressed but never eliminated. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു നന്മ എന്ന് പറയുന്ന സാധനം മറഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, അതൊരിക്കലും അണഞ്ഞു പോകുന്നതല്ല, മീൻസ് ഒരിക്കലും എലിമിനേറ്റ് ചെയ്ത് പോകുന്നതല്ല, അത് മനുഷ്യന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതാണെന്നാണ്. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നെൽസൺ മണ്ടേല ഈ ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയിരിക്കുന്നത് എന്നുള്ളത് 100% ഷുവർ ആണ്. ഓക്കെ, നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. Okay, in life, every human has twin obligation to his family, to his parents, to his wife and children. He has an obligation to his people, his community, his country. അപ്പൊ മനുഷ്യന് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂട്ടി ഉണ്ട് അല്ലെ. നമുക്ക് നമ്മുടെ ഫാമിലിനോട് ഡ്യൂട്ടി ഉണ്ട്, നമുക്ക് നമ്മുടെ പാരന്റ്സിനോട് ഡ്യൂട്ടി ഉണ്ട്, അതുപോലെ വൈഫ് ആണെങ്കിൽ വൈഫിനോട്, ചിൽഡ്രൻ ആണെങ്കിൽ അവരോട്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിനോട്, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിനോട്, അതുപോലെ നമ്മുടെ കൺട്രീനോട്. ഓക്കെ, എല്ലാവരോടും നമുക്ക് എന്തുണ്ട്? ഡ്യൂട്ടി ഉണ്ട്. ഇൻ എ സിവിൽ ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി ഈച്ച് മെൻ ഈസ് ഏബിൾ ടു ഫുൾഫിൽ ദ ഒബ്ലിഗേഷൻസ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ ഇൻക്ലിനേഷൻസ് ആൻഡ് എബിലിറ്റീസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു എബിലിറ്റി വെച്ചുകൊണ്ട് ഇതെല്ലാം ഈ എല്ലാ ഡ്യൂട്ടീസും ഫുൾഫിൽ ചെയ്യണം. But in a country like South Africa, it was always impossible for a man of my birth and color to fulfill both of these obligations. In South Africa, a man of color who attempted to leave a human being was punished and isolated. In South Africa, a man who tried to fulfill their duty to his people was inevitably ripped from his family and his home and was forced to live a dwindling existence of severity and rebellion. I did not in beginning choose to place my people above my family, but in attempting to serve my people, I found I was prevented from fulfilling my obligation as a son, brother, father and husband. Okay, അപ്പൊ അതിനെ പറ്റി നമ്മൾ പറഞ്ഞു ഒബ്ലിഗേഷൻ എങ്ങനെയാണ്. അപ്പൊ ഒരു
എ പേഴ്സൺ ഇൻ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരാൾക്ക് ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യല് നടക്കില്ല എന്നാണ് പറയുന്നത്. ഈസി അല്ല. ഓക്കെ, എ പേഴ്സൺ ഓഫ് കളർ വുഡ് കം അപ്പ് ഫോർ സൊസൈറ്റി മീൻസ് സൊസൈറ്റി എല്ലാവരെ കുറിച്ചും ബോധേഡ് ആവുന്ന ആള് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വരും. അപ്പൊ അയാൾക്ക് ഹി വുഡ് ബി അറസ്റ്റ്. അപ്പൊ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അല്ല, ഫാമിലിക്ക് ബുദ്ധിമുട്ടാവും, അവരുടെ ഫാമിലി, പാരന്റ്സ്, ചിൽഡ്രൻ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും. പക്ഷെ അത് ആർക്ക് വേണ്ടിയാ ചെയ്തത്? സൊസൈറ്റിക്ക് വേണ്ടിയാ ചെയ്തത്. ഇൻ ദ ബിഗിനിങ് മണ്ടേലക്കും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെയായിരുന്നു. ഡിഡ് നോട്ട് പുട്ട് ഹിസ് പീപ്പിൾ ഓവർ ഹിസ് ഫാമിലി. ഒരിക്കലും ഫാമിലിയുടെ പുറത്ത് ആളുകളെ ഇട്ടില്ല. ലേറ്റർ ഹി റിയലൈസ് ദാറ്റ് ഇൻ ഓർഡർ ടു ബി ദെയർ ഫോർ ഹിസ് പീപ്പിൾ ഹി വാസ് കമ്പാഷനേറ്റ്. അപ്പൊ ആളുകൾക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ ഞാൻ ആദ്യം എന്റെ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇത് നമ്മൾ പറയത്തില്ലേ, മീൻസ് നാട് നന്നാവണമെങ്കിൽ നമ്മൾ തന്നെ നന്നാവണം. നമ്മൾ നന്നായാലും വീട് നന്നാവും, വീട് നന്നായാലും വീടിന്റെ ചുറ്റുമുള്ള വീട് നന്നാവും, അത് കഴിയുമ്പോ ആ രാജ്യം നന്നാവും, അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ ഒബ്ലിഗേഷൻസ്, നമ്മൾ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം എന്റെ വീട്ടിൽ നിന്ന് ചെയ്യണം, എന്നിട്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? സൊസൈറ്റിയിൽ ചെന്നിട്ട് ആ ഡ്യൂട്ടി ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഐ വാസ് നോട്ട് born with a hunger to be free. I was born free in every way that I could know. Free to run in the field near my mother's hut, free to swim in the clear stream and that run through my village, free to rouse mealies under the stars and ride the boat back slow moving bulls. As long as I obeyed my father and obeyed my customs of my tribe, I was not troubled by the laws of man or God. It was only when I began to learn that my boyhood freedom was illusion. When I discovered as a young man that my freedom has already been taken for me, I began to hunger for it. At first, as a student, I want freedom only for myself. Transitory freedom for being able to stay out night, read as plenty as any good, go where I choose. Later, as a young man in Johannesburg, I yearned of basic honorable freedom of achieving my potential and earning my keeping my keep of marrying and having family, the freedom not to be obstruct in a lawful life. Okay, അവിടെ stream എന്ന് പറയുന്നത് small or narrow. Maize means maize plant means maize കൃഷി ചെയ്യുന്ന ചോളം ആണ്. Abide means obey. Boyhood means at the time of being a boy. Illusion means false ideas or vishwasangal. Translation means not permanent. Yearn means intense feeling. അപ്പോൾ ഓദർ പറയാനാണ്, ഓദർ ഡിഡ് നോട്ട് ഹാവ് ദ പ്ലാൻ ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദ. ഒരിക്കലും എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പാരത്തൈഡ് സിസ്റ്റത്തിനെതിരെ പോരാടുമെന്ന്. ഹി ലീവ്സ് ഹിസ് ചൈൽഡ്ഹുഡ് ലൈക്ക് എ നോർമൽ ചൈൽഡ്ഹുഡ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയെ പോലെ തന്നെയാണ് ചൈൽഡ്ഹുഡ് ലെഡ് ചെയ്തത്. ഒരു എന്താണ്, ഹി ഹാഡ് ഫോളോസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ബൈ ഫാദർ പറയുന്നതൊക്കെ കേട്ട്. അതുപോലെ തന്നെ എന്താണ്, he learned the fact that how people അതുപോലെ തന്നെ എന്താ ഫീൽഡിന്റെ ഇടയിൽ കൂടി ഓടി, ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ളൊരു ചൈൽഡ്ഹുഡ് ലൈഫാണ് ഉണ്ടായതെന്ന് പറയാം. ഒരിക്കലും ഐ വാസ് നോട്ട് ബോൺ വിത്ത് ഹങ്കർ, ഒരിക്കലും വിശപ്പ് ഇല്ലായിരുന്നു പറയാൻ പറ്റില്ല. ഐ വാസ് ബോൺ ഫ്രീ ഇൻ ഓൾ വേസ്, ഫ്രീ ടു റൺ, മദർ ഓടാ ചാടാ നീന്ത, അങ്ങനെ എല്ലാ രീതിയിലുള്ളതും എനിക്ക് ചെയ്യായിരുന്നു. ഐ ഒബേഡ് മൈ ഫാദർ പറയുന്നത് കേൾക്കുകയും. ഐ വാസ് നോട്ട് ട്രബിൾഡ് ബൈ ദ ലോ ഓഫ് മാൻ ഓർ ഗോഡ്, ഒരിക്കലും അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. ഇറ്റ് വാസ് ഓൺലി ബിഗിൻ ഐ ലേൺ മൈ ബോയ്ഹുഡ് ഫ്രീഡം വാസ് ഇല്യൂഷൻ. എപ്പോഴാണോ ഞാൻ എന്റെ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിയത്, വെൻ ഐ ഡിസ്കവേർഡ് ആസ് എ യങ് മാൻ മൈ ഫ്രീഡം ഹാസ് ഓൾറെഡി ബീൻ ടേക്കൺ ഫ്രം മീ. അപ്പൊ മുതലാണ് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഫ്രീഡത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങിയത്, സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയത്. ലേറ്റർ ആസ് എ യങ് മാൻ ജോഹന്നസ്ബർഗിൽ ഐ ഏൺഡ് മീൻസ് ഐ ഹാവ് ഇന്റൻസ് ഫീലിംഗ് ഫോർ ബേസിക് ഹ്യൂമൻ ഫ്രീഡം ഫോർ അച്ചീവിങ്. ബേസിക് ഹ്യൂമൻ ഫ്രീഡം മീൻസ് കുറച്ച് സമ്പാദിക്കുക, അതുപോലെ തന്നെ മാരി ചെയ്യുക, ഒരു ഫാമിലി ഉണ്ടാവുക, അങ്ങനെയുള്ളതൊക്കെ ഞാനും ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഞാനും ഇപ്പോ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ദെൻ ഐ സ്ലോലി സോ ദാറ്റ് നോട്ട് ഫ്രീഡം ബട്ട് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആർ നോട്ട് ഫ്രീ. ഞാൻ മാത്രമല്ല ഫ്രീ ആയിട്ടുള്ളത്, എന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒന്നും ഫ്രീ അല്ല. ഐ സോ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ദ ഫ്രീഡം ദാറ്റ് ഐ വാസ് curtailed by the freedom of everyone who looked like I did. That is what when I joined the national
African National Congress, and it was then the hunger for me on freedom and became great hunger for the freedom. അപ്പോൾ എപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മാത്രമല്ല വിശന്നിരിക്കുന്നത്, എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സും ബ്രദേഴ്സും വിശന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും അവിടെ വെച്ചാണ് ഞാൻ ഹങ്കറിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത്. ഓഫ് മൈ പീപ്പിൾ ഇറ്റ് വാസ് ഡിസയർ ഓഫ് ഫ്രീഡം ഓഫ് മൈ പീപ്പിൾ ലീവ് their lives with dignity and self-respect that animate my life, like that transformed a frightened young man into a bold one, that drew a law-abiding attorney to become a criminal, that turned my family loving husband into a man without a home, that forced a loving man to live like a monk. I am not more virtuous or self-sacrificing than the next man, but I found that I could not even enjoy the poor and limited freedom I was allowed. I knew my people were not free. Freedom is indivisible. The chain on anyone of freedom, any one of my people were the chain on all of them. The chain on all of my people were the chain on me. Okay. അപ്പോൾ പറയുന്നത് നെൽസൺ മണ്ടേല ജോയിൻ ചെയ്തു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ ANC. അപ്പോഴാണ് അയാൾ റിയലൈസ് ചെയ്തത് ഞാൻ മാത്രമല്ല ഇവിടെ ബേസിക് റൈറ്റ് ഉള്ളത്, ബാക്കി കുറെ ആളുകളുടെ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഐ ഹാഡ് ട്രൈഡ് ഫയർ ഇൻസൈഡ് അപ്പ്. എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു തീ ഉണ്ട്, എന്ത് തിരിച്ച് അവരുടെ ആ ഒരു ഫ്രീഡം കിട്ടണം എന്നുള്ളത്. ഐ വാസ് ദ ഫയർ. ഞാനായിരുന്നു അതിൽ ആ തീ. ദാറ്റ് ചേഞ്ച് ദ ഓദർ കംപ്ലീറ്റ്ലി ആസ് എ മാൻ ഫ്രം ബീങ് സ്ക്രൂഡ് അപ്പ് ടു ബ്രേവ് ലോയർ ടു വൺ ബ്രേക്കിംഗ് ദ ലോ. ഞാൻ എന്താണ് ഒരു പാവത്താനായിരുന്ന പേടിച്ചിരുന്ന ഞാൻ ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരാളായി. ലോയർ ആയിരുന്ന ഞാനൊരു ലോ നിഷേധിക്കുന്നവനായി. അതുപോലെ തന്നെ ഒരു ഫാമിലി മാൻ ആയിരുന്ന ഞാൻ എന്ത് ചെയ്തു, ഒരു മാൻ വിതൗട്ട് ഹോം ആയി, ഒരു മോങ്ക് ആയി മാറി, ഒരു സന്യാസിയെ പോലെ ആയി മാറി. അപ്പോൾ ഇറ്റ് വാസ് ദ നോളജ് ദാറ്റ് ഹി ആൻഡ് ഹിസ് പീപ്പിൾ ഹാവ് റെസ്ട്രിക്റ്റഡ് ഫ്രീഡം ആൻഡ് മേക്ക് ടു സെൽഫ്ലെസ് മാൻ ആസ് ഒപ്പോസ്ഡ് ടു ഹിം. according to ആരാണ് നമ്മുടെ നെൽസൺ മണ്ടേല, ഫ്രീഡം cannot be divided. ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സ്നാച്ചിങ് ഇറ്റ് അവേ ഫ്രം someone equivalent to taking it away from everyone, that it meant taking it away from the other. എല്ലാവരുടെ അടുത്തുനിന്നും അങ്ങനെ നമ്മുടെ ഫ്രീഡം എടുത്തു കളയാൻ പറ്റൂല. എന്റെ അടുത്തുനിന്ന് എടുത്തുപോലെ തന്നെയല്ല എല്ലാവരോടും. I knew that the oppressors must be liberated just as surely as oppressed. A man who takes away another man's freedom is a prisoner of hatred. He is locked behind the bars of prejudice and a narrow mindedness. I am not truly free if I am taking away someone else's freedom, just as surely as I am not freedom from when my freedom is taken from me. The oppressed and oppressors alike are robbed of their humanity. Okay. അവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ he mentioned that the need of freedom, the oppressors is a high, that oppressors because ഇവിടെ പറയുന്നത് oppressorsനെ പറ്റിയിട്ടാണ്, നിഷേധിക്കുന്നവരെ പറ്റിയിട്ട്. must be liberated just surely as oppressed. അവരെ എങ്ങനെയാണോ അവർ നമ്മളെങ്ങനെയാണോ ഒപ്രസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാം. man who takes away another man's freedom is a prisoner of hatred. prisoner ആണെന്നാണ് പറയുന്നത്. okay. he has weight of all the people. He carry the cross for all of their family. അപ്പോൾ he is locked behind the bar of prejudice. Prejudice means strong dislike and narrow mindedness. ഒരു നാരോ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിന്റെ ഉള്ളിലാണ് ഇങ്ങനെ ഒപ്രസേഴ്സ് ഇപ്പോഴും ഉള്ളത്. ഐ എം നോട്ട് ട്രൂലി ഫ്രീ ഇഫ് ഐ ആം ടേക്കിംഗ് അവേ സമ്മൺ എൽസ് ഫ്രീഡം. ഞാൻ ഒരിക്കലും ഫ്രീ ആവത്തില്ല ഞാൻ ആരെങ്കിലും ഫ്രീഡം നശിപ്പിക്കാനായിരിക്കും. ഐ വാസ് ഷുവർലി ദാറ്റ് ഐ എം നോട്ട് ഫ്രീ. എനിക്ക് ഷുവർ ആയിട്ടും പറയാൻ പറ്റില്ല ഞാൻ ഫ്രീ ആണ്. ഫ്രീ ഫ്രം ടേക്കൺ അവേ ഫ്രം മീ. The oppressed and oppressors alike are robbed of their humanity. He is robbed of his own humanity and needed to be free. അതാണ് നമ്മുടെ ലാസ്റ്റ് ലൈനിൽ പറയുന്നത്. ഓക്കെ. അവിടെ ട്വിൻ ഒബ്ലിഗേഷൻ എന്നൊക്കെ ഉള്ളതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുക. ട്വിൻ ഒബ്ലിഗേഷൻ ഒക്കെ നമ്മൾ വായിച്ചു വിട്ടതാണ്. ഓക്കെ. ട്വിൻ ഒബ്ലിഗേഷൻ പറയുന്നത് ഫാമിലിയോടുള്ള റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ സൊസൈറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റിനൊക്കെ പറ്റുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. hope this video is helpful for your board exams. ഓക്കെ. മനസ്സിലാത്ത പോർഷൻസ് ഒന്നുകൂടി ജസ്റ്റ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് ഒന്നുകൂടി ചോദിച്ചു നോക്കുക. ആ ഒരു പീസ് ഓഫ് മീൻസ് ലൈൻസ് മാത്രം എടുത്തിട്ട് ചോദിച്ചു നോക്കുക. ഓർ എനിക്കാണെങ്കിലും മെയിലായിട്ടോ ടെലിഗ്രാമായിട്ടോ അയച്ചു തരാം. താങ്ക് യു.